യേശു എൻ സ്വന്തം, ഹല്ലേലൂയ. എന്നോടെ ഭാഗ്യം ചൊല്ലിക്കൂടാ, പഴയതെല്ലാം കഴിഞ്ഞു പോ, കണ്ടാലും സർവം പുതിയതാ. യേശു എൻ സ്വന്തം, ഹല്ലേലൂയ. എന്നോടെ ഭാഗ്യം ചൊല്ലിക്കൂടാ, പഴയതെല്ലാം കഴിഞ്ഞു പോ, കണ്ടാലും സർവം പുതിയതാ. എനിക്കു പാട്ടും പ്രശംസയും ദൈവ കുഞ്ഞാടും തൻ കുരിശും. എനിക്കു പാട്ടും പ്രശംസയും ദൈവ കുഞ്ഞാടും തൻ കുരിശും. This is my story, this is my song, praising my Savior all the day long. This is my story, this is my song, praising my Savior all the day long, praising my Savior all the day long. വോയിസ് ഓഫ് ലവിൽ ഇന്ന് കർത്താവ് നമുക്ക് തരുന്ന ശ്രേഷ്ഠമായൊരു വചനം ഉൽപ്പത്തി 12:5 ഒന്ന് ശ്രദ്ധിച്ചു. അബ്രഹാം തൻ്റെ ഭാര്യയായ സാറായിയെയും സഹോദരൻ്റെ മകനായ ലോത്തിനെയും തങ്ങൾ ഉണ്ടാക്കിയ സമ്പത്തുകളെയൊക്കെയും തങ്ങൾ ഹാരാനിൽ വെച്ച് സമ്പാദിച്ച ആളുകളെയും കൂട്ടിക്കൊണ്ട് കനാൻ ദേശത്തേക്ക് പോകുവാൻ പുറപ്പെട്ടു. കനാൻ ദേശത്ത് എത്തി. പ്രിയപ്പെട്ടവരെ, ഈ വചനം എനിക്ക് ഭയങ്കര സന്തോഷം തരുന്നു. കനാൻ ദേശത്തേക്ക് പോകുവാൻ പുറപ്പെട്ടു. നെക്സ്റ്റ് വേർഡ് പറയുന്നു, കനാൻ ദേശത്ത് എത്തി. ആമേൻ. നീ എവിടേക്ക് വേണ്ടി ഇറങ്ങിത്തിരിച്ചോ, നീ അവിടെ എത്തും. 11-ാം അധ്യായത്തിൻ്റെ അവസാന വാക്ക്, കനാനിലേക്ക് ഇറങ്ങിയിട്ട് ഹരാനിലെത്തി മരിച്ചുപോയ ഒരു തേരഹിനെ കാണുമ്പോൾ തൊട്ടടുത്ത അധ്യായം 12:5 കനാനിലേക്ക് യാത്ര ചെയ്തിട്ട് ഒരിടത്തും തടയാതെ കനാനിലെത്തിയ ഒരു അബ്രഹാമിനെ കാണുന്നു. ഈ വാക്യത്തിന് എന്താ ഇത്ര പ്രാധാന്യം? ഒത്തിരി പ്രാധാന്യമുണ്ട്. അനേകർ ഇറങ്ങി തിരിച്ചിട്ട് എത്താൻ പറ്റാത്തിടത്ത് ഒരു മനുഷ്യൻ ദൈവത്തെ വിശ്വസിച്ച് ദൈവത്തെ അനുസരിച്ചപ്പോൾ അവൻ എത്തുകയാണ്. ഈ കനാനിൽ എത്തിക്കഴിഞ്ഞിട്ടാണ് പിന്നെ അടുത്ത ചരിത്രം തുടങ്ങുന്നത്. നമ്മളെല്ലാം കനാനിലേക്ക് എത്താനാണ് ആഗ്രഹിച്ചുകൊണ്ടിരിക്കുന്നത്. പക്ഷെ ഈ മനുഷ്യൻ്റെ ചരിത്രം കനാനിൽ എത്തിക്കഴിഞ്ഞു. പ്രൈസ് ദി ലോർഡ്. നമ്മൾ ഒരു ലക്ഷ്യത്തിന് വേണ്ടി ആഗ്രഹിക്കുന്നുണ്ട്. ചിലപ്പോൾ മരിക്കാറൊക്കെ ആകുമ്പോഴായിരിക്കും ആ ലക്ഷ്യത്തിലെത്തുന്നത്. എന്നാൽ ഈ മനുഷ്യൻ തുടക്കത്തിൽ ആ ലക്ഷ്യത്തിലെത്തിയിട്ട് പിന്നെ തൻ്റെ ദൗത്യത്തിലേക്ക് കയറുകയാണ്. ഞാൻ പറയുന്ന വാക്ക് ശ്രദ്ധിക്കണം. ലക്ഷ്യത്തിലേക്ക് എത്തിക്കഴിഞ്ഞും നിനക്ക് ദൗത്യങ്ങളുണ്ട്. ലക്ഷ്യത്തിലേക്ക് എത്താൻ ദൗത്യങ്ങളുള്ളതുപോലെ തന്നെ ലക്ഷ്യത്തിൽ എത്തിക്കഴിഞ്ഞും നിനക്ക് ദൗത്യമുണ്ട്. ആമേൻ. ദൈവം നിങ്ങളോട് സംസാരിക്കുന്നു ഞാൻ വിശ്വസിക്കുന്നു. അവൻ കനാനിലേക്ക് ഇറങ്ങി കനാനിൽ എത്തി. എൻ്റെ പ്രിയപ്പെട്ടവരെ, നമ്മൾ കണ്ടത് 12:1 അവൻ തിരിക്കുന്നിട്ട് കാണുന്നത്. 12:5 അവൻ എത്തിയിട്ടുണ്ട്.
ഇത് വലിയ സംഭവമാണോ? അതെ. ഇതേ കനാനിലുള്ള ജനം വർഷങ്ങൾക്ക് ശേഷം യാക്കോബിൻ്റെ നേതൃത്വത്തിൽ ഭക്ഷണം സ്വീകരിക്കാൻ വേണ്ടി യോസഫിൻ്റെ സഹോദരങ്ങൾ പോയി വന്നു. ശേഷം യാക്കോബുമായിട്ട് മിസ്രൈമിലേക്ക് പോകുന്നുണ്ട്. പിന്നെ ആ മിസ്രൈമിൽ നിന്ന് കനാനിലേക്ക് തിരിച്ചെത്താൻ 40 വർഷം എടുത്തു. ഹല്ലേലൂയ. ഏകദേശം 14 ദിവസങ്ങൾ മാത്രമുള്ള വഴിദൂരം ഈ ജനം എത്താൻ 40 വർഷമെടുത്തു. ഇത്രയും ഷോർട്ട് ടൈം കൊണ്ട് എത്തേണ്ടിടത്ത് ലോങ് ടൈമുകൾ കഴിഞ്ഞിട്ടാണ് അവരെത്തുന്നത്. ആമേൻ. ഇതേ അബ്രഹാമിൻ്റെ ജീവിതത്തിലും തൊട്ട് താഴത്തെ വാക്യങ്ങൾ ചെല്ലുമ്പോൾ അവൻ മിസ്രൈമിലേക്ക് ഇറങ്ങി എന്നൊരു വാക്യമുണ്ട്. പക്ഷേ അടുത്തൊരു വാക്കുണ്ട്, അവൻ മിസ്രൈമിൽ നിന്ന് കയറി. ഹല്ലേലൂയ. പക്ഷേ ഇസ്രായേൽ ജനം മിസ്രൈമിൽ നിന്ന് ഇറങ്ങിത്തിരിച്ചതിൽ ആ ഇറങ്ങിത്തിരിച്ച തലമുറ മുഴുവൻ കനാനിലെത്താതെ മരിച്ചു. ആമേൻ. എൻ്റെ പ്രിയപ്പെട്ടവരെ, അനേകർ തകർന്ന ഇടത്ത്, അനേകർ പരാജയപ്പെട്ടിടത്ത് കർത്താവ് നിന്നെ നോക്കിയൊരു ദൂത് പറയുന്നു, നീ എത്തും. അവൻ കനാനിലേക്ക് പുറപ്പെട്ടു, കനാനിൽ എത്തി. ഇന്നത്തെ ദിവസം ഇതൊരു ദൂതായിട്ടെടുത്തു. നീ ഏതിനു വേണ്ടി ഇറങ്ങി തിരിച്ചോ അവിടെ നീ എത്തും. നമുക്ക് അക്കരയ്ക്ക് പോകാം. കാറ്റടിച്ചു, തിരമാലകൾ പൊങ്ങി, പടകം മുങ്ങുന്ന നിലയിലെത്തി. പക്ഷേ അടുത്ത വചനം, അവർ കരയിലെത്തി, തീരത്തിലെത്തി. അവൻ കൊടുങ്കാറ്റിനെ ശാന്തമാക്കി, തിരമാലകളെ അടക്കി. ശാന്തത വന്നതുകൊണ്ട് അത്യന്തം സന്തോഷിച്ചു. അവരാഗ്രഹിച്ച തുറമുഖത്ത് എത്തി. ഇന്ന് ഈ ദൂത് കേൾക്കുന്ന നിങ്ങൾക്ക് ഇതൊരു പ്രവചനമാണ്. നിങ്ങൾ ലക്ഷ്യത്തിൽ എത്തും. അനേകർ ലോങ് ടൈം കൊണ്ട് എത്തിയിടത്ത് നിങ്ങൾ ഷോർട്ട് ടൈം കൊണ്ടെത്തും. അനേകർ വളരെ പ്രയാസപ്പെട്ട് ചെന്നിടത്ത് നിങ്ങൾ വേഗം എത്തും. ഈ വഴിയാത്രയിൽ ഒത്തിരി പേർക്ക് നഷ്ടങ്ങൾ വന്നെങ്കിൽ നിങ്ങൾ നഷ്ടങ്ങൾ കൂടാതെ നിങ്ങൾ എന്തൊക്കെയായി തിരിച്ചോ അതെല്ലാമായിട്ട് ലക്ഷ്യത്തിലെത്തും. ഇതൊരു പ്രവചന ദൂതാണ്. നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. ഈ ദൂതനെ മുറുകെ പിടിച്ച്. യേശുവേ, ഇന്ന് അങ്ങ് നൽകിയ നല്ല വചനത്തിനായി നന്ദി പറഞ്ഞു. കർത്താവെ, ഈ വചനം കേൾക്കുന്ന ഈ വ്യക്തിയെയും ഈ കുടുംബത്തെ ഞങ്ങൾ അനുഗ്രഹിക്കും. കർത്താവെ, അവർ ആരംഭിച്ച ചില കാര്യങ്ങളെ പൂർത്തീകരിക്കാൻ കഴിയാതെ ഇരിക്കുമ്പോൾ പരിശുദ്ധാത്മാവെ അങ്ങി കൊടുക്കുന്ന ദൈവശബ്ദത്തിനായി ഞങ്ങൾ നന്ദി പറയുന്നു. കർത്താവ്, അവർ എന്തിനു വേണ്ടി കർത്താവ് ഇറങ്ങിയോ ആ ലക്ഷ്യത്തിലേക്ക് അങ്ങ് നയിക്കാൻ പോകുന്നതിന് സ്തോത്രം ചെയ്യും. കർത്താവെ, ഹല്ലേലൂയ. കർത്താവ്, വിശ്വാസത്തിൻ്റെ നായകനും പൂർത്തി വരുത്തുന്നതിനുമായ കർത്താവെ, അങ്ങ് ആ ലക്ഷ്യത്തിലേക്ക് ഇവരെ നയിക്കുന്നതിനായി സ്തോത്രം. കർത്താവെ, ഈ വചനം കേൾക്കുന്ന ഇവരെ അനുഗ്രഹിക്കാൻ യേശുവിൻ്റെ നാമത്തിൽ അവരെക്കുറിച്ചുള്ള ദൈവ പദ്ധതി പൂർത്തീകരണത്തിലേക്ക് വരട്ടെ, യേശുവിൻ്റെ നാമത്തിൽ തന്നെ. ആമേൻ. കർത്താവ്, ഞങ്ങൾ ഒരുമിച്ച് ഈ വചനത്തെ ഏറ്റെടുത്ത് ഒരു ജീവിത ലക്ഷ്യത്തിന് വേണ്ടി ഇറങ്ങി തിരിച്ചവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. അത് എന്തുമായിക്കൊള്ളട്ടെ, യേശുവിൻ്റെ നാമത്തിൽ അവർ ആ ലക്ഷ്യത്തിലെത്തട്ടെ. അതിന് വിരോധമായിരിക്കുന്ന വെല്ലുവിളികളെയും തടസ്സങ്ങളെയും തകർച്ചകളെയും അധികാരമുള്ള യേശുവിൻ്റെ നാമത്തിൽ പ്രാർത്ഥിച്ച് ശാസിക്കുന്നു. നിന്റെ മക്കളുടെ ജീവിതത്തിനകത്ത് പിശാച് കൊണ്ടിടുന്ന എല്ലാ തന്ത്രങ്ങളെയും മന്ത്രങ്ങളെയും ആഭിചാരങ്ങളെയും യേശുവിൻ്റെ നാമത്തിൽ തകർത്ത് പ്രാർത്ഥിക്കുന്നു. കനാനിലേക്ക് പുറപ്പെട്ടു, കനാനിലെത്തി. യേശുവിൻ്റെ നാമത്തിൽ ലക്ഷ്യത്തിലേക്ക് ഇറങ്ങി, ലക്ഷ്യത്തിലെത്തി. ജയത്തിന് വേണ്ടി ഇറങ്ങി, ജയത്തിലെത്തി. പഠിക്കാനിറങ്ങി, പഠിച്ച് പൂർത്തീകരിച്ചു. ബിസിനസ്സിനിറങ്ങി, ബിസിനസ് ചെയ്തു. യേശുവിൻ്റെ നാമത്തിൽ എന്തിനിറങ്ങിയോ അത് ചെയ്യട്ടെ. അധികാരത്തോടെ പ്രാർത്ഥിക്കുന്നു. വചനത്താൽ അവരെ ഉറപ്പിക്കുന്നു, അനുഗ്രഹിക്കുന്നു. ഇവരും ഇവരുടെ കുടുംബവും ഇവരുടെ തലമുറകളും ഇവരുടെ ബിസിനസ്സും ഇവരുടെ ഉപജീവന മാർഗവും ഇവരെ ഏൽപ്പിച്ച ദൗത്യങ്ങളും ഇവരെ ഏൽപ്പിച്ച ഉദ്യോഗവും യേശുവിൻ്റെ നാമത്തിൽ അനുഗ്രഹിക്കപ്പെടട്ടെ. കുടുംബമായിട്ട് ഞങ്ങൾ പ്രിയപ്പെട്ടവരെ ബ്ലസ് ചെയ്യുന്നു. ഞങ്ങളുടെ ഈ വോയിസ് ഓഫ് ലവ് ഫാമിലിയെ ബ്ലസ് ചെയ്യുന്നു, അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ. ഗോഡ് ബ്ലസ് യു. കർത്താവ് നിങ്ങളെ ധാരാളമായി അനുഗ്രഹിക്കട്ടെ. ശലോം.